ഇതുപോലൊരു ചില്ലി ഓയിൽ കുറച്ചുണ്ടാക്കി വെച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഫ്രൈഡ് റൈസോ നൂഡിൽസോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ 1-2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലേവർ ആയിരിക്കും. പാനിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. ഇതിലേക്ക് ഒരു ബേ ലീഫ് കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ ഒരു 4-5 മല്ലിയിലയുടെ തണ്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണേ. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം കേട്ടോ. അതിൻ്റെ കളറെല്ലാം മാറിയിട്ട് നല്ലൊരു ഫ്ലേവറൊക്കെ വരണം, അതുവരെ വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതാ വെളുത്തുള്ളി നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ സ്പൈസസും ആ മല്ലിയിലയുടെ തണ്ടും ഒന്ന് മാറ്റി കൊടുക്കട്ടെ. എന്നിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് അരിച്ചെടുക്കണേ. ഇനി ഒരു ബൗളിൽ, വെള്ളമൊന്നും ഇല്ലാത്തൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞതും, പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്ത ഉള്ളി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച വെളുത്തുള്ളി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കണേ. ചൂടാക്കിയിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കട്ടെ. ഇത്രയേ ഉള്ളൂ പണി. ട്രൈ ചെയ്ത് നോക്കണേ.